സ്ഥലകാലങ്ങൾക്കപ്പുറത്ത്, ദൂരപരിമിതികൾക്കപ്പുറത്ത്, ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അപ്പുറത്ത് നിന്നെ സഹായിക്കാൻ അത്യുന്നതനായ, സർവശക്തനായ, സർവമഹത്വത്തിലും എഴുന്നള്ളി വരുന്ന ദൈവം പറയുകയാണ്, നിത്യനായ ദൈവം നിന്റെ അഭയം. നിന്നെ താങ്ങുന്നത് അവന്റെ ശാശ്വത ഹസ്തങ്ങൾ. നിന്നെ താങ്ങുന്നത് ദുർബല ഹസ്തങ്ങളല്ല. 10 മിനിറ്റ് നേരം പിടിച്ചിട്ട് കൈ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൈമാറ്റിയ കരങ്ങളല്ലത്. 10 മിനിറ്റ് നിന്നെ സഹായിച്ചിട്ട് എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞ് പിൻവാങ്ങുന്ന കരമല്ലത്. 10 ദിവസം നിന്നെ സഹായിച്ചിട്ട് കാര്യമില്ലടാ എന്ന് പറഞ്ഞിട്ട് അകന്നുപോയ കരമല്ലത്. നിന്നെ സഹായിക്കുന്നത് അവിടുത്തെ ശാശ്വത ഹസ്തങ്ങൾ. നിന്നെ സഹായിക്കുന്നത് അവിടുത്തെ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. എന്തോരു ഉറപ്പായത്! അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റുമെന്ന് എന്ന് പറഞ്ഞാൽ നീ പൊക്കോ, ശത്രു നിപ്പുണ്ട് അവിടെ. ഇവിടെ ഒരു ശത്രുവുണ്ട്, ഇവിടെ ഒരു ശത്രുവുണ്ട്, ഇവിടെ ഒരു ശത്രുവുണ്ട്, അവിടെ ഒരു ശത്രുവുണ്ട്, അവിടെ ഒരു ശത്രുവുണ്ട്. പൊക്കോടാ, ഞാൻ നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. മുഖ്യമന്ത്രി വരുമ്പോ അകമ്പടി പോകുന്ന പോലീസുകാരുടെ വാഹനം കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി വരാൻ അവര് വഴിയൊരുക്കും. വിശ്വാസി, മാമോദീസ മുങ്ങിയവനെ നീ വിശ്വസിക്കുക, നീ സഞ്ചരിക്കുമ്പോ ലോകത്തൊരു പ്രധാനമന്ത്രിക്കും അകമ്പടി സേവിക്കുന്നതിനപ്പുറത്ത് ആയിരക്കണക്കിന് ദൂതന്മാരെ നിനക്ക് മുമ്പേ ശത്രുവിനെ തട്ടിമാറ്റാൻ നിയോഗിച്ചിട്ട് നിന്നെ നടത്തുന്നവനാണ് നിന്റെ ദൈവം. എന്നെ ഭരിക്കുന്നത് സാത്താനല്ല, എന്നെ ഭരിക്കുന്നത് ശാപമല്ല, എന്നെ ഭരിക്കുന്നത് ശിക്ഷയല്ല, എന്നെ ഭരിക്കുന്നത് പൂർവികർ ചെയ്ത പാപത്തിന്റെ അനന്തര ഫലങ്ങളല്ല. നിത്യനായ ദൈവം എന്റെ അഭയം.